ഒരു പ്രായമുള്ള ഉമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാ, ഉസ്താദേ, ഞാൻ പ്രായമേറെയായി, എന്റെ ഭർത്താവിന് അനങ്ങാൻ കഴിയില്ല, ഒരു ജോലിക്ക് പോകാൻ കഴിയില്ല, 5 മക്കളുണ്ട് ആ കുടുംബത്തില്. ഒരാൺകുട്ടിയാണുള്ളത്, ബാക്കി 4 പെൺമക്കളാണ്. ആൺകുട്ടിയെ വലിയ പ്രതീക്ഷയോടെ വളർത്തി അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹത്തിനും 2-3 മക്കളുണ്ട്. എല്ലാം ഇങ്ങനെ റാഹത്തായി പോകുന്നു. പക്ഷേ പ്രായമേറെയുള്ള എനിക്കോ എന്റെ ഭർത്താവിനോ ഒരു നേരത്തെ കട്ടൻ ചായ പോലും തരാൻ എന്റെ മോൻ ഒരുങ്ങുന്നില്ല, തയ്യാറല്ല. ആലോചിച്ചു നോക്കണേ സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയുമാണ്. ജന്മം കൊടുത്ത ഉപ്പ, നൊന്ത് പ്രസവിച്ച ഉമ്മ, അവരുടെ പരാതിയാണ്. വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ, ആ മക്കളിൽ നിന്ന് ഒരു നേരത്തെ വെള്ളം പോലും കിട്ടുന്നില്ല എന്ന് ഒരു ഉമ്മ പരാതി പറയുമ്പോ, ഒരു ഉപ്പ തളർന്ന് കിടക്കുമ്പോ നമ്മുടെ റഹ്മത്ത്, നമ്മുടെ കരുണ എത്ര അകലയാ. അതേസമയം നേതാവായ നബി തങ്ങളെ കല്ലെറിഞ്ഞ ജനതയെ തകർക്കാൻ വേണ്ടി ജിബ്രീൽ വരുമ്പോഴും ആ ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ അഫ്വൻ യാ ജിബ്രീൽ, അവർക്ക് പുറത്തു കൊടുക്കുകയാണ്, അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. എത്ര വിശാലമായ മനസ്സിന്റെ ഉടമയാണ്. ഓ സഹോദരങ്ങളെ, യമാമ എന്ന രാഷ്ട്രത്തിന്റെ തലവനായ സുമാമ എന്നൊരു ഭരണാധികാരിയുണ്ട്. യമാമയിലെ സുമാമ, ആ സുമാമയുടെ ചരിത്രം വലിയ പ്രസിദ്ധമാണ്. സുമാമത്ത് ബിനു ഉസാൽ, യമാമയിലെ സുമാമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വലിയ വീരവാദം മുഴക്കിയ ഭരണാധികാരിയാ. അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് സുമാമയെ അറസ്റ്റ് ചെയ്യുകയാണ്. മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ ഹാജരാക്കുകയാണ്. ആരംഭ പ്രവാചകര് അതാ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, ഈ സുമാമയെ മദീന പള്ളിയുടെ അത്തൂണിലേക്കൊന്ന് ബന്ധിപ്പിക്കണേ സഹാബാ. സുമാമയെ അത്തൂണിലേക്ക് ബന്ധിപ്പിച്ച് ലോകത്തിന്റെ പ്രവാചകർ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ, മുറാദിൽ മുസ്താഖീൻ, ഹബീബി റബ്ബിൽ ആലമീൻ, സയ്യിദുൽ കായിനാത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, തങ്ങളെ എല്ലാ നിമിഷവും എതിർത്തുകൊണ്ടിരുന്ന അതാ ഭരണാധികാരിയായ യമാമയിലെ സുമാമയുടെ അരികിലേക്ക് ലോകത്തിന്റെ പ്രവാചകര് ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മാദാ ഇൻദക യാ സുമാമ, സുമാമ, എന്താ നിന്റെ വർത്തമാനങ്ങള്, എന്താ നിന്റെ വിശേഷങ്ങള്? മദീനത്ത് വന്നിട്ട് സുമാമ റാഹത്തല്ലേ, വെള്ളമൊക്കെ കിട്ടണില്ലേ, ഭക്ഷണമൊക്കെ കിട്ടണില്ലേ, എന്താണ് അങ്ങയുടെ വർത്തമാനം? ആ സമയത്ത് സുമാമയുടെ പ്രതികരണം, ഓ മുഹമ്മദ്, കരുണ ചെയ്യാണെങ്കിൽ ഒരു നന്ദിയുള്ള ആക്കാനട്ടോ കരുണ ചെയ്യുന്നത്, അതല്ല എന്നെ ശിക്ഷിക്കാനാണോ തീരുമാനം, എന്നെ വധിക്കാനാണോ തീരുമാനം, എന്നെ ഇല്ലായ്മ ചെയ്യാനാണോ തീരുമാനം? അർഹതയുള്ള ഒരു പ്രതിയെയാണ് മുഹമ്മദേ നിങ്ങളുടെ കോർട്ടിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാനും അധികാരമുണ്ട്. അതല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരലിലൂടെ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? തരാൻ ഈ സുമാമ ഒരുക്കമാണ് മുഹമ്മദേ.
വല്ലാത്തൊരു മറുപടിയാണത്. അല്ലാഹുവിന്റെ റസൂലൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഒരു ദിവസം അതാ നബിത്തങ്ങളുടെ കൂടെ സുമാമ ഇങ്ങനെ കണ്ടു ജീവിച്ചു. രണ്ടാം ദിനവും അല്ലാഹുവിന്റെ റസൂല് തന്റെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയുടെ അരികിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുകയാണ്, ചോദിക്കുകയാണ്, എന്തൊക്കെയാ വർത്തമാനങ്ങൾ സുമാമ? കഴിഞ്ഞ ദിവസത്തെ മറുപടി എന്തോ ആ മറുപടി തന്നെ ആവർത്തിക്കുകയാണ് സുമാമ. മൂന്നാം ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകർ സുമാമയിലെ യമാമയിലെ ഭരണാധികാരിയായ സുമാമയുടെ അരികിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോ ആദ്യ ദിവസം പറഞ്ഞ അതേ മറുപടി, രണ്ടാം ദിവസം പറഞ്ഞ അതേ മറുപടി, മൂന്നാം ദിവസവും സുമാമ ആവർത്തിക്കുന്നു. സഹാബത്തൊക്കെ ഇങ്ങനെ കാത്തിരിക്കാൻ, എന്താണ് നബിത്തങ്ങളുടെ പ്രഖ്യാപനം, എന്നാണ് വരിക, എന്തായിരിക്കും പ്രഖ്യാപനം? സഹാബത്തൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക. നാലാം ദിവസം ലോകത്തിന്റെ പ്രവാചകർ മദീനയുടെ ഓരോ മണൽത്തരികളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ പ്രഖ്യാപനമാണ്. സഹാബ, നമ്മുടെ മദീനത്തെ പള്ളിയുടെ അത്തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ട പ്രതിയുണ്ടല്ലോ, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ യമാമയിലെ സുമാമ, അദ്ദേഹത്തെ നിങ്ങൾ കെട്ടഴിച്ചു വിടൂ സഹാബ. സഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം വലിയ പ്രതിസന്ധിയിലായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് തന്നെ. അദ്ദേഹത്തെ അഴിച്ചുവിടാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞാൽ സ്വഹാബത്ത് പിന്നെ എതിരില്ല. അങ്ങനെ തന്നെ നടപ്പാക്കുന്ന ശൈലിയാണ് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരങ്ങ് കെട്ടഴിച്ചു വിടുകയാണ്. യമാമയിലെ ഭരണാധികാരി സുമാമ അതാ ഓടുകയാണ്. എങ്ങോട്ടാണെന്നറിയുമോ? പോയി ശുദ്ധി വരുത്തി മടങ്ങി വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരികയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ച് സഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് യമാമയിലെ ഭരണാധികാരിയായ സുമാമയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? ഓ മുഹമ്മദേ, ദുനിയാവിൽ എന്റെ മനസ്സിൽ ഒരാളോട് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ സെക്കൻഡ് വരെ എന്റെ മനസ്സിലെ കടുത്ത ദേഷ്യക്കാരൻ മുഹമ്മദേ അങ്ങായിരുന്നു. എന്നാൽ ഇന്നു മുതലോ, ഈ സെക്കൻഡ് മുതലോ എന്റെ മനസ്സില് എന്നില് ഒരാളോട് പ്രേമമുണ്ടെങ്കിൽ, ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരാളെ ഈ സുമാമ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, അതിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അങ്ങാണ് നബിയേ. രണ്ട്, ഇത്രയും നാള് എന്റെ മനസ്സിലേക്ക് ഒരു നാടിനോട് അടങ്ങാത്ത കലിയുണ്ടെങ്കിൽ, അടങ്ങാത്ത പകയുണ്ടെങ്കിൽ, ആ പക അങ്ങിരിക്കുന്ന ഈ മദീനയുടെ മണ്ണിനോടാ, ഈ മദീനയോടാണ്. അടങ്ങാത്ത പകയായിരുന്നു, അടങ്ങാത്ത ദേഷ്യമായിരുന്നു. ഈ സെക്കൻഡ് മുതൽ എനിക്ക് ഭൂമി ലോകത്ത് ഇഷ്ടപ്പെട്ട ഒരു മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ് മദീനയുടെ മണ്ണാ. സുമാമയുടെ പ്രഖ്യാപനം നടക്കുകയാണ്. സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രഖ്യാപനം നടക്കുന്നു. മുത്തുനബിയുടെ കീഴിലേക്ക് അണിനിരക്കുന്നു.
ഓ സഹോദരങ്ങളെ, മദീനത്തെ പള്ളിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ജീവിതം കണ്ടു സുമാമ. സഹാബത്തിന്റെ ജീവിതം കണ്ടു സുമാമ. സഹാബത്തിന്റെ പെരുമാറ്റം കണ്ടു സുമാമ എന്ന ഭരണാധികാരി. 3 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പാണ് അവിടെ നടന്നത്. ആ ക്യാമ്പിലങ്ങ് പങ്കെടുത്തു കഴിഞ്ഞപ്പോ ആ നാടിനെ എതിർത്ത, ആ നാടിന്റെ അമരക്കാരൻ, ലോകവിശ്വാസികളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്ത സുമാമ മാറുകയാ. സുമാമയ്ക്ക് അതാ തസ്കിയത്ത് കിട്ടുകയാ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ